Hello everyone, welcome to Kids Area Online. Class 1 Integration exam ആണ്. Integration ഒത്തിരി classes ടീച്ചർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നിറയെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ പോയി കാണുക. Kids Area Online ചാനലിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ HS അറ്റസ്റ്റഡ് കഴിഞ്ഞ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ ആൻസർ സഹിതം ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രേഷന്റെ ഇമ്പോർട്ടന്റ് ക്ലാസ്സുകൾ എല്ലാം അതിലുണ്ട് കേട്ടോ. അതെല്ലാം കണ്ടിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. വീടുകളുടെ പേര് ഓർമ്മയുണ്ടോ? വിവിധ തരം വീടുകൾ. ഈ വീടിന് എന്താ പറയാ? വീടുകളുടെ പേര് ചോദിക്കും ചിത്രം തന്നിട്ട്. ഇത് ഏത് വീടാണ്? ഇതിന് എന്താ പറയാ? ഏറുമാടം. മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നതിന് എന്താ പറയാ? ഏറുമാടം. എന്താ പറയാ? ഏറുമാടം. തെറ്റിക്കരുത് കേട്ടോ. ഇതിനെന്താ പറയുന്നേ? ഏറുമാടം എന്നാണ് പറയുന്നത്. ഏറുമാടം. തെറ്റിക്കരുത്. അടുത്ത വീടാണ്. ഇതെന്താണ് പറയാ? ഇഗ്ലു. എന്താണ് ഇതിന് പറയാ? ഇഗ്ലു. എങ്ങനെ എഴുതുക? ഈ എഴുതുക, ഗ്ലാക്ക് ഊ ശബ്ദം കൊടുക്കുക. ഇഗ്ലു. എന്താ പറയാ? ഇഗ്ലു. ഓക്കെ. 3ാമത് ഇതെന്താ പറയാ? ഇത് ഏത് വീടാണ്? ഹൗസ് ബോട്ട്. എന്താ പറയാ? ഹൗസ് ബോട്ട്. ഈ വീട് പോലെ എന്താ പറയാ? ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട്. എന്താ പറയാ? ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട്. ഇപ്പൊ വിവിധ തരം വീടുകളാണ് കേട്ടോ നമ്മളിപ്പോ നോക്കുന്നത്. ഹൗസ് ബോട്ട്. ഇതെന്താണ്? പട്ടണത്തിലൊക്കെ കാണുന്നതാണ്. വളരെ ഉയരത്തിൽ കാണുന്ന പട്ടണത്തിലുള്ള വീടിന് എന്താ പറയാ? ഫ്ലാറ്റ് എന്നാ പറയാ. ഫ്ലാറ്റ്. ഓക്കെ. എന്താ പറയാ? ഫ്ലാറ്റ് എന്നാണ് പറയാ. ഫ്ലാറ്റ്. ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഓലമേഞ്ഞ വീട്, ഓടിട്ട വീട്, ടെറസ്, ഷീറ്റിട്ട വീട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വീടുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇതെന്താ പറയാ? നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ 4 തൂണുകളിൽ കെട്ടിയുണ്ടാക്കുന്ന ഈ വീടിന് എന്താ പറയാ? ടെന്റ് എന്നാണ് പറയാ. എന്താ പറയാ? ടെന്റ്. ഈ വീടിന് പറയുന്ന പേരാണ് ടെന്റ്. അപ്പോൾ നമ്മളിപ്പോ കുറച്ചധികം വീടുകൾ നോക്കി. ഏറുമാടം. മരത്തിന് മുകളിലുള്ളത് ഏറുമാടം. തണുപ്പ് കാലാവസ്ഥയിൽ അവിടെ ഉണ്ടാക്കുന്ന ഐസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇഗ്ലു. പിന്നെ വള്ളം ബോട്ടിൽ ഉണ്ടാക്കുന്നത് ഹൗസ് ബോട്ട്. ഇതെന്താ പറയാ? ടെന്റ് എന്നാണ് പറയാ. ഫ്ലാറ്റ് പഠിച്ചു. ഇനി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വിവിധ തരം വീടുകളുണ്ട്. ഏതൊക്കെയാ? ഓടിട്ട വീട്, ഓലമേഞ്ഞ വീട്, ഷീറ്റിട്ട വീട്, ടെറസ് വീട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ. ഇതെല്ലാം വിവിധ തരം വീടുകളാണ്.
അപ്പോൾ വീടുകളെ കുറിച്ച് ചോദിച്ചാൽ വീടുകളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കാണ്ട് എല്ലാവരും എഴുതണം. പട്ടണത്തിലെ കാഴ്ചകൾ. ഇപ്പോൾ നിങ്ങൾ മുകളിലുള്ള പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ ചോദിക്കാം. വിമാനത്തിൽ മൃഗങ്ങൾ പോയപ്പോൾ പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ ചോദിക്കാം. പട്ടണത്തിൽ പൊതുവെ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ആകാശത്തോളം ഉയരമുള്ള വലിയ വീടുകളും ഫ്ലാറ്റുകളും കാണാൻ കഴിയും. ആകാശത്തോളം ഉയരമുള്ള വലിയ വീടുകളും ഫ്ലാറ്റുകളും കണ്ടു. റോഡിലൂടെ വരിവരിയായി ഓടുന്ന കുഞ്ഞി കാറുകളും ബസ്സുകളും കണ്ടു. കുട്ടികൾ കളിക്കുന്ന പാർക്കുകൾ കണ്ടു. പട്ടണത്തിന് അരികിലൂടെ ഒഴുകുന്ന പുഴയും അതിനു മുകളിലെ പാലങ്ങളും കണ്ടു. രാത്രിയിലെ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്ന തെരുവ് വിളക്കുകൾ കണ്ടു. വലിയൊരു മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നത് കണ്ടു. ആശുപത്രികൾ കണ്ടു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പട്ടണ കാഴ്ചകളിൽ എഴുതാം. ഓക്കെ, പട്ടണത്തിൽ പൊതുവെ കാണുന്നതാണ് പാർക്കുകൾ, വലിയ വീടുകൾ, ഫ്ലാറ്റുകൾ, വലിയ കച്ചവട സ്ഥാപനങ്ങൾ, റോഡിലൂടെ നിറയെ കാറുകൾ, ബസ്സുകൾ, റെയിൽ പാളം, ട്രെയിൻ. ഇതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതിൽ ശരിയായ രീതിക്ക് നേരെ അടയാളം നൽകുക. ശരിയായ രീതി ഇതിൽ ഏതൊക്കെയാണ്? ബക്കറ്റിൽ വെള്ളം പിടിക്കുന്നത് ശരിയായ രീതിയാണ്. വാട്ടർ ക്യാൻ ഉപയോഗിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ശരിയായ രീതിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ചിലവാകുള്ളൂ. ഇത് രണ്ടും വെള്ളം ഓണാക്കിയിട്ട് വെള്ളം തുറന്നു വെച്ചിട്ട് മൊബൈൽ നോക്കുന്നത് തെറ്റായ ശീലമാണ്. വെള്ളം തുറന്നു വെച്ചുകൊണ്ട് പല്ല് തേക്കുന്നത് തെറ്റായ ശീലമാണ്. ഓക്കെ, അടുത്തതാണ് നോക്കി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ്? ദിവസവും കുളിക്കുന്നു. നല്ല ശീലങ്ങൾ ദിവസവും കുളിക്കുന്നു, നന്നായി ഉറങ്ങുന്നു, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, ദിവസം 2 നേരം പല്ല് തേക്കുന്നു, നഖം വെട്ടുന്നു, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നു, കക്കൂസിൽ പോയതിനു ശേഷം കൈ സോപ്പിട്ട് കഴുകുന്നു. ഓക്കെ, ഇത് ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഏതൊക്കെയാണ്? ദിവസവും കുളിക്കുന്നു, നന്നായി ഉറങ്ങുന്നു, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, ദിവസവും 2 നേരം പല്ല് തേക്കുന്നു, നഖം വെട്ടുന്നു, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നു, കക്കൂസിൽ പോയതിനു ശേഷം കൈ സോപ്പിട്ട് കഴുകുന്നു. ഇതെല്ലാം എന്താ? ഒരു കുട്ടിയുടെ നല്ല ശീലങ്ങളാണ്. അപ്പോൾ നല്ല ശീലത്തിന് നേരെ ടിക്ക് മാർക്ക് ഇടുക, തെറ്റായ ശീലത്തിന് നേരെ ക്രോസ് മാർക്ക് ഇടുക, തെറ്റിന്റെ മാർക്ക് ഇടുക എന്നൊക്കെ എഴുതാൻ പറഞ്ഞ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. മനസ്സിലായോ? നല്ല ശീലങ്ങൾ ഓർമ്മയിരിക്കുമല്ലോ. അടുത്ത് നോക്കാം. അപ്പോൾ ഇനി തെറ്റായ ശീലങ്ങൾ: ദിവസവും കുളിക്കുന്നില്ല, തെറ്റായതാണ്. നന്നായി ഉറങ്ങുന്നില്ല, തെറ്റാണ്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നില്ല, അഴുക്കുള്ള വസ്ത്രം ധരിക്കുന്നു, തെറ്റാണ്. ദിവസവും 2 നേരം പല്ല് തേക്കുന്നില്ല, തെറ്റാണ്. നഖം വെട്ടുന്നില്ല, തെറ്റാണ്. ആഹാരത്തിന് മുമ്പ് കഴുകും, ആഹാരത്തിന് ശേഷം കൈ കഴുകും, ആഹാരത്തിന് മുമ്പ് കൈ കഴുകില്ല, തെറ്റാണ്. കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകുന്നു, സോപ്പിട്ട് കഴുകുന്നു എന്ന് പറയില്ല, കൈ വെറുതെ കഴുകുന്നു, അങ്ങനെ പാടില്ല, സോപ്പിട്ട് കഴുകണം. ഇതൊക്കെയാണ് ശരിയായ ശീലവും തെറ്റായ ശീലവും. അടുക്കളയിൽ കാണുന്നവ എന്തൊക്കെയാ? അടുക്കളയിൽ കാണുന്നവ: വാഷിംഗ് മെഷീൻ, നോ. മിക്സി അടുക്കളയിൽ ഉള്ളതാണ്. സ്റ്റൗ അടുക്കളയിൽ കാണുന്നതാണ്. പെൻസിൽ, നോ. തവികൾ അടുക്കളയിൽ കാണുന്നതാണ്. ചിരവ അടുക്കളയിൽ കാണുന്നതാണ്. അപ്പോൾ ഓരോ മുറിയിലെയും ഉപകരണങ്ങൾ ടീച്ചർ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. ഓരോ മുറിയിലെയും ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? അടുക്കളയിൽ കാണുന്നതാണ്. പാത്രങ്ങൾ, തവികൾ, കത്തി, ഗ്യാസ്, സ്റ്റൗ, മിക്സി, ഇതൊക്കെ ചൂല്, ഇതെല്ലാം എവിടെ കാണുന്നതാണ്? അടുക്കളയിൽ കാണുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഊണുമുറിയിൽ കാണുന്നത് എന്തൊക്കെയാണ്? സ്വീകരണ മുറിയിലൊക്കെ എന്തൊക്കെ ഉണ്ടാവും? സോഫ ഉണ്ടാവും. സോഫ, ടേബിൾ, ഫ്ലവർ വേസ്, ഇതൊക്കെ അവിടെ എഴുതാം. കിടപ്പുമുറിയിലാണെങ്കിലോ തലയണ, കട്ടിൽ, മെത്ത, പുതപ്പ്, അലമാര, ഇതൊക്കെ അവിടെ എഴുതാം. പഠനമുറിയിലാണെങ്കിലോ പേന, പെൻസിൽ, മേശ, കസേര, അതൊക്കെ അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഓരോ മുറിയിലും മുറിയിലെ ഉപകരണങ്ങൾ ടീച്ചറിന് മുമ്പ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാലില്ലാത്തവ, 4 കാലുള്ളവ, 6 കാലുള്ളവ, ഒത്തിരി കാലുള്ളവ. 6 കാലുള്ളവ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ബുക്കിൽ, ഓർമ്മയുണ്ടോ? ഉറുമ്പ്, പുൽച്ചാടി, ഓർമ്മയുണ്ടോ? തേനീച്ച. അതെ, അതെല്ലാം എന്താ? 6 കാലുള്ളവയാണ്. അപ്പൊ ഇതിൽ കാലില്ലാത്തവ ഏതൊക്കെയാണ്? പാമ്പും ഒച്ചും കാലില്ല.
4 കാലുള്ളത് മൃഗങ്ങൾക്കാണ്. ഏതൊക്കെയാ? പശു, മുയൽ, നായ, തവള, ഇതിനൊക്കെ എന്താ? 4 കാലാണ്. അപ്പൊ നോക്ക, കാലില്ലാത്തവ പാമ്പ്, ഒച്ച്. 4 കാലുള്ളവ ഏതൊക്കെയാ? പശുവിന് 4 കാലുണ്ട്, മുയലിന് 4 കാലുണ്ട്, പട്ടിക്ക് 4 കാലുണ്ട്, തവളയ്ക്ക് 4 കാലുണ്ട്. 6 കാലുള്ളവ ഇതിൽ ഏതൊക്കെയാണ്? തേനീച്ച, ഉറുമ്പ്. തേനീച്ച, ഉറുമ്പ്, പാറ്റ, പുൽച്ചാടി, ഇതിനെല്ലാം എത്ര കാലേ ഉള്ളൂ? 6 കാലേ ഉള്ളൂ. ഇനി 6ൽ കൂടുതൽ നിറയെ കാലുള്ളവ ആരൊക്കെയാണ്? ചിലന്തി 8 കാലുണ്ട്, ചിലന്തി. ഞണ്ട് 10 കാലുണ്ട്, ഞണ്ടുണ്ട്. പഴുതാര നിറയെ കാലുകളുണ്ട്. അട്ട നിറയെ കാലുകളുണ്ട്. അപ്പോൾ കാലുകളുടെ എണ്ണം വെച്ചിട്ട് തരംതിരിക്കാൻ പറഞ്ഞാൽ തരംതിരിക്കാൻ അറിയാലോ. കാലില്ലാത്തവ മുതൽ 4 കാലുള്ളവ, 6 കാലുള്ളവ, ഒത്തിരി കാലുള്ളവ, ഇങ്ങനെ തിരിക്കാനായിട്ട് അറിയാലോ. അറിയാം. കിളികളെ പരിചയപ്പെടാം. ഇത് കാക്കയാണ്. കാക്ക എന്താ പറയുന്നേ? ഞാൻ കാക്ക, നിങ്ങളുടെ വീടിന് ചുറ്റും ഞാൻ വൃത്തിയാക്കും. കാക്ക എന്നാണ് ഞാൻ കരയുന്നത്. എല്ലാ ആഹാരവും ഞാൻ കഴിക്കും. എനിക്ക് കറുപ്പ് നിറമാണ്. കാക്ക പറയുവാണ്, ഞാൻ കാക്ക, നിങ്ങളുടെ വീടിന് ചുറ്റും ഞാൻ വൃത്തിയാക്കും. കാക്ക എന്നാണ് ഞാൻ കരയുന്നത്. എല്ലാ ആഹാരവും ഞാൻ കഴിക്കും. എനിക്ക് കറുപ്പ് നിറമാണ്. അപ്പൊ കാക്ക ഇങ്ങനെ പറയുവാണെങ്കിൽ തത്തയും മൂങ്ങയും എങ്ങനെയായിരിക്കും പറയാ? ഒന്ന് എഴുതി നോക്കിയേ. തത്ത, മൂങ്ങ. നമുക്ക് തത്ത എന്തായിരിക്കും പറയാ? തത്ത എന്തായിരിക്കും പറയാ? ഞാൻ തത്ത, എൻ്റെ നിറം പച്ചയാണ്, ഞാൻ മരപ്പൊത്തുകളിലാണ് താമസിക്കുക, നെല്ലും പയറും പഴവും എല്ലാം എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ചുണ്ടിന് ചുവപ്പ് നിറമാണ്. അപ്പൊ തത്ത എങ്ങനെയാ പരിചയപ്പെടുത്തുന്നേ? ഞാൻ തത്ത, എൻ്റെ നിറം പച്ചയാണ്, ഞാൻ മരപ്പൊത്തുകളിലാണ് താമസിക്കുന്നത്, നെല്ലും പയറും പഴവും എല്ലാം എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ചുണ്ടിന് ചുവപ്പ് നിറമാണ്. മൂങ്ങ എന്തായിരിക്കും പറയാ? മൂങ്ങ എങ്ങനെയായിരിക്കും പറയാ? ഞാൻ മൂങ്ങ, രാത്രിയിലാണ് ഞാൻ പുറത്തിറങ്ങുക, എനിക്ക് രാത്രി കാഴ്ചയുണ്ട്, പാമ്പും എലിയും ഒക്കെയാണ് എൻ്റെ ആഹാരം, തവിട്ട് നിറമുള്ള എൻ്റെ തൂവലിൽ വെള്ള കുത്തുകളുണ്ട്. ഇങ്ങനെയായിരിക്കും ആര് പറയാ? മൂങ്ങ പറയാ. ഞാൻ മൂങ്ങ, രാത്രിയിലാണ് ഞാൻ പുറത്തിറങ്ങുക, എനിക്ക് രാത്രി കാഴ്ചയുണ്ട്, പാമ്പും എലിയും ഒക്കെയാണ് എൻ്റെ ആഹാരം, തവിട്ട് നിറമുള്ള എൻ്റെ തൂവലിൽ വെള്ള കുത്തുകളുണ്ട് എന്ന് ആര് പറയും? മൂങ്ങ പറയും. അപ്പൊ കിളികൾ എങ്ങനെയാ സ്വയം പരിചയപ്പെടുത്തുന്നത് മനസ്സിലായല്ലോ. കാക്ക, തത്ത, മൂങ്ങ, പ്രധാനപ്പെട്ട 3 പക്ഷികളും കിളികളെ കുറിച്ച് ടീച്ചർ പറഞ്ഞു എങ്ങനെയാ പരിചയപ്പെടുത്തുക എന്നുള്ളത്. വള്ളിയിലാര്, ചെടിയിലാര്. വള്ളിയിൽ ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ പറഞ്ഞേ. വള്ളിയിൽ പാവയ്ക്ക എവിടെയാണ് ഉണ്ടാവുന്നത്? പാവയ്ക്ക എവിടെയാണ് ഉണ്ടാവുന്നത്? വള്ളിയിലാണ് ഉണ്ടാവുന്നത്. വേറെ എന്താ ഉള്ളത്? പടവലം എവിടെയാണ് ഉണ്ടാവുന്നത്? വള്ളിയിൽ ഉണ്ടാവുന്നവയാണ്. പയർ എവിടെയാ ഉണ്ടാവുന്നത്? വള്ളിയിൽ ഉണ്ടാവുന്നതാണ് പയർ. മത്തൻ എവിടെയാ ഉണ്ടാവുന്നത്? വള്ളിയിൽ ഉണ്ടാവുന്നതാണ് മത്തൻ. വെള്ളരി എവിടെയാ ഉണ്ടാവുന്നത്? വെള്ളരിക്ക എവിടെയാ ഉണ്ടാവുന്നത്? വള്ളിയിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ. പാവയ്ക്ക, പടവലം, പയർ, മത്തൻ, വെള്ളരിക്ക, ഇതെല്ലാം കോവയ്ക്ക, ഇതെല്ലാം എവിടെ ഉണ്ടാവുന്നത്? വള്ളിയിൽ ഉണ്ടാവുന്നതാണ്. ചെടിയിൽ ഉണ്ടാവുന്ന കായ്കളുടെ പേര് പറഞ്ഞേ. തക്കാളി. തക്കാളി എവിടെയാ ഉണ്ടാവുന്നത്? ചെടിയിലാണ് തക്കാളി ഉണ്ടാവുന്നത്. മുളക് എവിടെയാ ഉണ്ടാവുന്നത്? ചെടിയിൽ. മുളക് ചെടിയിൽ ഉണ്ടാവുന്നതാണ് തക്കാളി, മുളക്. വെണ്ട എവിടെയാ ഉണ്ടാകുന്നേ? ചെടിയിൽ ഉണ്ടാവുന്നതാണ് വെണ്ട ചെടിയിൽ ഉണ്ടാവുന്നതാണ്. കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങ എവിടെയാ ഉണ്ടാവുന്നത്? കത്തിരിക്ക ചെടിയിൽ ഉണ്ടാവുന്നതാണ് കത്തിരിക്ക. അതുപോലെ ഇനിയും ഒരുപാട് സാധനങ്ങളില്ലേ? നമ്മുടെ പച്ചക്കറി വാങ്ങുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? ഒത്തിരി സാധനങ്ങളില്ലേ? ഒത്തിരി സാധനങ്ങളുണ്ട്. അതെ, അതിൽ വള്ളിയിൽ ഉണ്ടാവുന്നവ, ചെടിയിൽ ഉണ്ടാവുന്നവ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. വള്ളിയിൽ ആരൊക്കെയാണ്? പാവയ്ക്ക, പടവലം, പയർ, മത്തൻ, വെള്ളരിക്ക, ഇതെല്ലാം എവിടെയാ ഉണ്ടാവുന്നത്? വള്ളിയിൽ ഉണ്ടാവുന്നതാണ്. ചെടിയിൽ ആരൊക്കെ ഉണ്ടാവുക? തക്കാളി, മുളക്, വെണ്ടയ്ക്ക, കത്തിരിക്ക, വഴുതനങ്ങ, അമരയ്ക്ക, ഇതെല്ലാം എവിടെ ഉണ്ടാവുക?
ചെടിയിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഓർമ്മയിരിക്കോ? യെസ്. ഇനി ഉപയോഗങ്ങൾ എന്തൊക്കെ? ഇവിടെ നോക്കിയേ, ഇവിടെ എന്തൊക്കെയാ കാണുന്നത്? ഇത് ട്രാക്ടർ. ട്രാക്ടർ എന്തിനാ ഉപയോഗിക്കുന്നേ? നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നു. ഇതെന്താ? ആംബുലൻസ്. ആംബുലൻസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ആംബുലൻസ് എന്തിനാ ഉപയോഗിക്കുന്നത്? രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. ആംബുലൻസ്, ആംബുലൻസ്. ആംബുലൻസ് എന്തിനാണ്? രോഗികളെ എവിടെ കൊണ്ടുപോകാനാണ്? ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് എന്തുപയോഗിക്കുന്നത്? ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രാക്ടർ എന്തിനാണ്? നിലം ഉഴുതുമറിക്കാൻ. ട്രാക്ടർ എന്തിനാണ്? നിലം ഉഴുതുമറിക്കാൻ. ആംബുലൻസ് എന്തിനാണ്? രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. അടുത്ത വണ്ടി ഏതാണ്? ലോറി. ലോറി എന്തിനാ ഉപയോഗിക്കുന്നത്? ലോറി എന്തിനാണ്? സാധനങ്ങൾ കൊണ്ടുപോകാൻ. ലോറി എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധനങ്ങൾ കയറ്റുവാൻ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ. സാധനങ്ങൾ കൊണ്ടുപോകാൻ. ലോറി എന്തിനാ ഉപയോഗിക്കുന്നത്? സാധനങ്ങൾ കൊണ്ടുപോകാൻ. ഓരോ വാഹനങ്ങളുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഇനി ഫയർ എഞ്ചിൻ ആണെങ്കിലോ? തീ അണയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ഓരോ വാഹനങ്ങളുടെ ഉപയോഗം. ട്രാക്ടർ നിലം ഉഴുതുമറിക്കാൻ, ആംബുലൻസ് രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, ലോറി സാധനങ്ങൾ കൊണ്ടുപോകാൻ. പഠിച്ചല്ലോ? അടുത്ത ചോദ്യം. ഇതൊരു വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൽ ഇവിടെ നോക്കിയേ, വിദ്യാലയം നല്ല രീതിയിലാണോ കാണുന്നേ? ക്ലീൻ ആണോ വിദ്യാലയം? ഈ സ്കൂൾ ക്ലീൻ ആണോ? നോ, ക്ലീൻ അല്ല. അപ്പൊ ഈ സ്കൂളിൽ കുറച്ച് അറിയിപ്പ് ബോർഡ് വെക്കേണ്ടതായിട്ടുണ്ട്. സ്കൂളിൽ എന്ത് വെക്കണം? അറിയിപ്പ് ബോർഡ് വെക്കണം. അറിയിപ്പ് ബോർഡ് എങ്ങനെയായിരിക്കുക? എങ്ങനെ അറിയിപ്പ് ബോർഡ് ഇരിക്കുക? അറിയിപ്പ് ബോർഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ബോർഡ് ഉണ്ടാകും. അതിനെന്തുണ്ടാവും? ചെറിയൊരു തൂണുണ്ടാവും അല്ലേ? ഒരു പിടി ഉണ്ടാവും. ഇതുപോലെ വരുന്ന ചെറിയൊരു പിടി ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ ചെറിയൊരു പിടി ഉണ്ടാവും. ഇതാണ് അറിയിപ്പ് ബോർഡ്. അപ്പൊ അറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുക. നമ്മുടെ വിദ്യാലയത്തിൽ സ്ഥാപിക്കാൻ പറ്റുന്ന അറിയിപ്പ് ബോർഡുകൾ എന്തൊക്കെയാണ്? അപ്പൊ അറിയിപ്പ് ബോർഡ് വരയ്ക്കാൻ മനസ്സിലായോ? ഇനി അറിയിപ്പ് ബോർഡിനകത്ത് എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ എഴുതാം? എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ഈ അറിയിപ്പ് ബോർഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? പറഞ്ഞേ. ഒന്നാമത്തെ കാര്യം പറഞ്ഞേ. മാലിന്യങ്ങൾ ചവറ്റുകുട്ടയിൽ മാത്രം നിക്ഷേപിക്കുക. മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എവിടെ ഇടണം? ചവറ്റുകുട്ടയിൽ മാത്രം ഇടുക അല്ലെങ്കിൽ നിക്ഷേപിക്കുക. മാലിന്യങ്ങൾ ചവറ്റുകുട്ടയിൽ മാത്രം ഇടുക അല്ലെങ്കിൽ നിക്ഷേപിക്കുക. ഇനി നമുക്ക് വേറെ എന്തൊക്കെ എഴുതാം? സ്കൂളിൽ ചെടികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ചെടികളെ സ്നേഹിക്കുക, പൂക്കൾ പറിക്കരുത്. സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യരുത്? പൂക്കൾ പറിക്കരുത്. സ്കൂളിൽ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ എന്തെഴുതാം? പൂക്കൾ പറിക്കരുത് എന്ന് നമുക്ക് എഴുതാം. പൂക്കൾ പറിക്കരുത്. ഇനി നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റുന്ന ഒന്നാണ് സ്കൂൾ മുറ്റം വൃത്തിയായി സൂക്ഷിക്കുക. സ്കൂൾ മുറ്റം വൃത്തിയായി സ്കൂൾ മുറ്റം വൃത്തിയായി സൂക്ഷിക്കുക. സ്കൂൾ മുറ്റം വൃത്തിയായി സൂക്ഷിക്കുക. ഓക്കെ. ഇനി കുടിവെള്ളം പാഴാക്കരുത്. എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം. ശുചിത്വം ശീലമാക്കുക, ആരോഗ്യം നിലനിർത്തുക. ഇതൊക്കെ
ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ മനസ്സിലായോ? അറിയിപ്പ് ബോർഡ് എങ്ങനെ വരയ്ക്കണം എന്ന് മനസ്സിലായോ? അതിനകത്ത് എന്താ എഴുതേണ്ടത്? ഇതുപോലെ എന്ത് ചെയ്യുക, എഴുതുക. അതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ചു വെക്കാം കേട്ടോ. പോസ്റ്റ് ലേബിൾ വരയ്ക്കില്ലേ, അതുപോലെ ചെറിയ ചിത്രങ്ങൾ വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായായിരുന്നോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടീച്ചർ ഇതിന് മുൻപേ ഒത്തിരി ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ഓർമ്മയിൽ വയ്ക്കുക. എക്സാമിന് എല്ലാവരും ഓർമ്മിച്ചെഴുതണം കേട്ടോ. അക്ഷരത്തെറ്റ് കൂടാണ്ട് എഴുതണം. എപ്പോഴും ശ്രദ്ധിക്കുക, അക്ഷരത്തെറ്റ് കൂടാണ്ട് ഓരോ വാക്കുകളുടെ ഇടയ്ക്ക് സ്പേസ് കൊടുത്ത് എഴുതണം. എന്നാൽ മാത്രമേ ഫുൾ മാർക്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അക്ഷരത്തെറ്റ് വന്നാൽ മാർക്ക് ഓരോന്ന് വീതം കുറയും. അക്ഷരത്തെറ്റ് വരാൻ പാടില്ല. ഓരോ വാക്കുകളുടെ ഇടയ്ക്ക് ശരിയായ സ്പേസ് കൊടുത്ത് നിങ്ങൾ എക്സാം എഴുതണം. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നാളെ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സേരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സേരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സേരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.